അകാലിദൾ നേതാവ് സുഖ്ബീർ സിംഗ് ബാദലിന് നേരെ വധശ്രമം. അക്രമി ബാദലിന് നേരെ വെടിവെച്ചത് സുവർണ ക്ഷേത്രത്തിനകത്ത് വെച്ചാണ്. ബാദൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വിവരങ്ങളുമായി അജയ് സുധ ബിജു ചേരുന്നു. അജയ്, അക്രമിയെ പിടിക്കാനായോ? ഇതെപ്പോഴായിരുന്നു സംഭവം? അശ്വതി, ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സോഷ്യൽ മീഡിയയിലും പിന്നെ അതുപോലെ വാർത്താ മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിന്നതാണ് മുൻ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ഇദ്ദേഹം ഈ സുഖ്ബീർ സിംഗ് ബാദൽ ഇത്തരത്തിൽ ഈ സുവർണ ക്ഷേത്രത്തിന് മുൻപേ ഈ കുന്തവും പിന്നെ കഴുത്തിലൊരു പ്ലക്കാർഡും തൂക്കിയിട്ടുകൊണ്ട് അവിടെ നിൽക്കുന്ന ഒരു ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ വൈറലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ഭാര്യ സഹോദരനും ഇത്തരത്തിലൊരു ശിക്ഷ നൽകിയിരുന്നു. അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഒരു കുറ്റവാളിക്ക് ശിക്ഷ ഇളവ് നൽകിയ ആ ഒരു പശ്ചാത്തലത്തിലാണ്, അതിന് ശിക്ഷയായിട്ടാണ് ഇത്തരത്തിൽ സുവർണ ക്ഷേത്രവും അതുപോലെ തന്നെ സിഖുകാരുടെ പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളിലും ഈ സേവനം നടത്തണമെന്നുള്ള തരത്തിലുള്ള വിധി പുറപ്പെടുവിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ സുവർണ ക്ഷേത്രത്തിലും മറ്റുള്ള സ്ഥലങ്ങളിലും അദ്ദേഹം ഈ സേവനം നടത്തിക്കൊണ്ടിരുന്നത്. ഇന്നലെ അദ്ദേഹം പാത്രങ്ങൾ കഴുകുന്നതുൾപ്പെടെയുള്ള ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിരുന്നു. അതെല്ലാം വലിയ രീതിയിൽ വൈറലാവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇത്തരത്തിൽ ഈ ശിക്ഷയുടെ ഭാഗമായി അദ്ദേഹം ഇന്ന് രാവിലെ ഈ സുവർണ ക്ഷേത്രത്തിന് മുൻപിൽ തുടരുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഈ വെടിവയ്പ് ഉണ്ടായത്. ഇപ്പോൾ അക്രമിയെ ഇപ്പോൾ പിടികൂടാൻ സാധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്ന വിവരം. ഈ വെടിവയ്പിൽ ഇദ്ദേഹത്തിന് നിലവിൽ പരിക്കേറ്റിട്ടില്ല. സുവർണ ക്ഷേത്രത്തിൽ എന്തായാലും ഏതാനും നാളുകൾക്ക് ശേഷം ഇത്തരത്തിലൊരു കലുഷിതമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിരിക്കുകയാണ്. ഇതിനു മുൻപേ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷന് ശേഷം വീണ്ടും ഒരു വെടിയുച്ച സുവർണക്ഷേത്രത്തിൽ മുഴങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഇത്തരത്തിൽ അദ്ദേഹം തൻ്റെ ശിക്ഷയുടെ ഭാഗമായി ഇവിടെ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹം ഇന്നലെ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ വൈറലായതിന് പിന്നാലെ നിരവധി പ്രതികരണങ്ങളും സാമൂഹ്യ മാധ്യമങ്ങൾ വഴി എല്ലാം വന്നിരുന്നു. അതിന് പിന്നാലെയുള്ള ഈ വെടിവെപ്പും തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ ലോകത്ത് വലിയ ചർച്ചയായിരിക്കുകയാണ്. അശ്വതി. ശരി അജയ്.